ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു. അതൊരു കുറേ പേർക്കെങ്കിലും അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ടാവും. കാരണം പലരും നമ്മൾ വിചാരിച്ച ഒരു സ്കോറിലേക്ക് ചിലപ്പോൾ എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രിലിംസ് ഫെയിലിയർ വരുന്നത് ഇവിടെ ഞാൻ വലിയ കാര്യത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാം ശരിയാവുമെന്ന് പറയുന്നതല്ല. ഒരു പ്രിലിംസ് ഫെയിലിയർ വരുന്ന സമയത്ത് എവിടെയോ നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈവൻ ഇഫ് യു ആർ പ്രിപ്പയർഡ് ഫോർ ദി എക്സാമിനേഷൻ ദർ മൈറ്റ് ബി സം റീസൺസ് ദാറ്റ് ഹാസ് മെയ്ഡ് ദിസ് റിസൾട്ട്. അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി വാട്ട് ആർ യു ഗോയിങ് ടു ഡു, ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ്. സോ ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ അതിനകത്ത് നിന്ന് തന്നെ വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാവും. സോ വെൽക്കം ടു IAS ഫാക്ടർ ആൻഡ് വിത്ത് മീ അർജുൻ ആർ ശങ്കർ. സോ IAS ഫാക്ടറിൻ്റെ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ റീഡ് വിത്ത് മീ അർജുൻ ആർ ശങ്കർ ആൻഡ് ഐ എം ദ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് IAS ഫാക്ടർ. സോ റീഡ് മോർ അബൌട്ട് മീ. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലും കൂടെ ഫോളോ ചെയ്യുക. നമ്മൾ 2027 വേണ്ടിയുള്ള ഒരു ലോങ് ടേം കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രീ ചാനലാണ് അർജുൻ സേഴ്സ് IAS ഗൈഡൻസും. മെയിൻസിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ചാനൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെയിൻസ് ഗൈഡൻസ് സ്ട്രാറ്റജീസ് ഒക്കെ ഉള്ളത്. പ്ലീസ് ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ കമ്മിങ് ബാക്ക്, എന്താണ് നമ്മുടെ പ്രിലിംസ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിവിടെ വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. എന്തായാലും ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഇവിടെ നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പഴയ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങളെടുത്ത എഫേർട്ട്, കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പൊതുവേ ഒരു ആസ്പിരൻ്റ് നമുക്ക് തോന്നുന്ന ഒരു ഫാക്ടർ, കുറേ ആൾക്കാർക്കെങ്കിലും ഇത് തോന്നാം, എൻ്റെ കുറേ വർഷത്തെ അധ്വാനം കുറേ നാളത്തെ ഒന്നും വർക്കൗട്ട് ആയില്ലല്ലോ എന്ന് തോന്നാം, ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും. വേറെ ചില ആൾക്കാർക്ക്, ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതും തോന്നാം, ഞാൻ അങ്ങനെ നന്നായി പഠിച്ചൊന്നുമില്ല, എനിക്ക് തന്നെ അറിയാം ഞാനൊരു 100% അറ്റംപ്റ്റ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ 100% കോണ്ടന്റ്, പക്ഷേ എവിടെയോ ഞാൻ ശ്രമിച്ചിരുന്നു, അങ്ങനെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഈ 100% ഞാൻ ഇട്ടിട്ടില്ല, ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65% ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോൽവി, ഞാനിത് ഫെയിൽ ആയതിൽ വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ ചില ആൾക്കാരുണ്ടാവും 4ാമത്തെയും 5ാമത്തെയോ അല്ലെങ്കിൽ 6ാമത്തെയോ അറ്റംപ്റ്റ് കൊടുത്ത ആൾക്കാരുണ്ടാവാം. അവരെ സംബന്ധിച്ചോളം ഇനി ജനറൽ ആണെങ്കിൽ ഇനി ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇനിയും 5 അറ്റംപ്റ്റ് ഒക്കെ എഴുതി ഇനി ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും, എന്ത് പറയും, ഐ നീഡ് എ ജോബ്. വേറെ ചില ആൾക്കാരുണ്ടാവും, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ നീഡ് ടു ഗെറ്റ് എ ജോബ്, ഇനി ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ജങ്ചറിൽ ദിസ് ഈസ് ദ റിയൽ സെന്റിമെന്റ്സ് ദാറ്റ് ഹാപ്പൻസ്. ഞാൻ പറയുന്നത് ശരിയായിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് കോമെന്റും ചെയ്യാം. അപ്പോൾ ഇത്രയും ഇഷ്യൂ ഉള്ള ഒരു സമയത്ത് ഈ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് വരാം. അതേപോലെ തന്നെ ഒരു വലിയൊരാൾ, ഒരുപാട് ഇറിറ്റേറ്റിംഗ് ഫീലും നമുക്ക് തോന്നാം. നമുക്ക് വേറെ ചില ആൾക്കാരുണ്ട്, നമുക്ക് ഇത്രയും എഫേർട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ മെൻ്റലി ഭയങ്കര ലൈഫിൽ ഒരു ഫെയിലിയർ ആണോ എന്ന് തോന്നുന്ന ഒരു പോയിന്റ്, ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫെയിലിയർ ആണല്ലോ എന്ന് തോന്നുന്ന ഒരു പോയിന്റ്, നമുക്ക് അങ്ങനത്തെ പേഴ്സ്പെക്റ്റീവിൽ മാനിഫെസ്റ്റേഷൻ തിങ്കിങ് ഒക്കെ വരാം. ഞാൻ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, ഞാൻ UPSCക്ക് വേണ്ടി ഇത്രയൊക്കെ ശ്രമിച്ചതല്ലേ, ഫെയിലിയർ, ഭയങ്കര ഫെയിലിയറാണ്, ഞാൻ ഇനി ലൈഫിൽ എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് തോന്നുന്ന ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ്, ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിലാണെങ്കിലും ഐ തിങ്ക് യു ക്യാൻ റിലേറ്റ് ദിസ്. അപ്പം ആൻഡ് ബാക്കിയുള്ള കുറച്ച് പേരെന്ന് പറയുന്നത് ചിലപ്പോൾ പിയർ പ്രഷറും, അതും ഭയങ്കര, എത്രയൊക്കെ നമ്മൾ അക്നോളജ് ചെയ്തില്ലെന്ന് പറഞ്ഞാലും അത് വലിയൊരു സങ്കടം തന്നെയാണ്. കാരണം പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത പല ആൾക്കാരും പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ആ വാർത്തകൾ അവർ നമുക്ക് മെസ്സേജ് അയച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴി ഗ്രൂപ്പ് വഴിയോ വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ അവരറിയും. അതായത് അവർ ആ പരീക്ഷ ക്ലിയർ ചെയ്ത കാര്യം അറിയും. അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ കൂട്ടുകാരനത് എനിക്ക് കിട്ടിയില്ല, അവന് കിട്ടി, സന്തോഷിക്കാം, യു ക്യാൻ ബി റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ എവിടെയോ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാവും, അവർക്ക് കിട്ടി നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പിയർ പെയിൻ ഉണ്ടാവും. അതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. സോ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ലൈഫ് എന്ന് തമാശയ്ക്ക് പറഞ്ഞാലും ഐ ക്യാൻ ആക്ച്വലി ടെൽ യു, ബിക്കോസ് നിങ്ങളെക്കാട്ടും ഒരുപാട് വർഷം മുന്നേ ഒരുപാട് അറ്റംപ്റ്റ് കൊടുത്തിട്ട് ഐ ഡിഡ് നോട്ട് ക്ലിയർ ദിസ് എക്സാമിനേഷൻ. നമുക്കും പല സ്റ്റേജസിൽ ഫെയിലിയർ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പ്രിലിംസിൽ ഫെയിൽ ചെയ്യുമ്പോൾ ഓക്കെ, മെയിൻസിന് കിട്ടാതാകുമ്പോൾ നമുക്ക് പിന്നെയും സങ്കടം വരും, ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടാതാകുമ്പോൾ പിന്നെയും സങ്കടം വരും എന്ന് പറഞ്ഞ പോലെ ലൈഫ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. സോ നമുക്കിത് ഈ സമയം, ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ അടുത്തൊരു 10 ദിവസം നമുക്ക് തോന്നും ലൈഫ് ഭയങ്കര വിയേർഡായിപ്പോയി, ഭയങ്കര
നമ്മൾ ആഗ്രഹിച്ചൊന്നും വർക്കൗട്ട് ആയില്ല. കാരണം ഇനി അടുത്ത 1.5 വർഷം കാത്തിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടാവും. സോ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്, പ്ലീസ് കാം ഡൗൺ, സമാധാനമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. ഇതിന് മുന്നേ സഞ്ചരിച്ച ആൾക്കാരും ഇതിലും വലിയ തോൽവികൾ ഫേസ് ചെയ്തിട്ടും ലൈഫ് ഹസ് ഓൾവേസ് മൂവ്ഡ് ഓൺ. സോ ഇപ്പം തോന്നുന്ന ഒരു ടെമ്പററി മൊമെൻ്റ് ആണ്. പക്ഷേ ഈ കാമിങ് ഡൗൺ എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്നും നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു, 2 വഴികളുണ്ട്. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓർ 2 ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ദാറ്റ് ആർ ഗോയിങ് ഫോർവേഡ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ എന്തിനാണത്, നമ്മളിവിടെ ഇനിയിപ്പോൾ നിങ്ങളൊരു ദേവദാസിനെ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഫുൾ ടൈം നമ്മൾ പറയത്തില്ലേ, വേറെ ഏതോ ലോകത്തിരുന്ന് എല്ലാം നശിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു മോഡിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കം ഔട്ട് ഓഫ് ദാറ്റ്. ആൻഡ് ഈ 2 വഴി എന്ന് പറയാൻ കാരണം, ഈ 2 വഴി വളരെ പ്രസക്തമാണ്. ഓരോ അറ്റംപ്റ്റ് കഴിഞ്ഞ് ഫെയിലിയർ വരുമ്പോഴും ഞാൻ പല ആൾക്കാരോടും ആസ്പിറൻസിനോടും ചോദിക്കാറുണ്ട്, 2 റോഡ്സ്, ദർ ആർ എക്സാക്ട്ലി 2 റോഡ്സ് ഇൻ യുവർ ലൈഫ് ചോയ്സസ്. ഒന്ന്, പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയൊരു ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു ജോലി, UPSC നിർത്തുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്തൊരു തെറ്റും ഇല്ല. നമ്മളിങ്ങനെ 7-8 അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഫ് യു റിയലി ഫീൽ ദാറ്റ് ഇനി എന്നെ കൊണ്ട് പുഷ് ചെയ്യാൻ വയ്യ, മെൻ്റലി ഞാൻ ഗിവ് അപ്പ് ചെയ്തു, എനിക്കിനി വയ്യ തൽക്കാലത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഒരു വർക്കിംഗ് പ്രൊഫഷണലായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, ഒന്നില്ലെങ്കിൽ എന്നേക്കുമായി നിർത്താം, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എ പോസ്, ഗെറ്റ് എ ജോബ്, ഒരു ജോലി വേണം, അതിലിനി വർക്ക് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്ന രീതിയിൽ നമുക്കിനി കൊണ്ടുപോകാം. ബിക്കോസ് ഇനി ഫുൾ ടൈം ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവാം. അല്ല, യു വോണ്ട് സ്റ്റാർട്ട് അഗെയിൻ. UPSCയുടെ അടുത്ത വഴി, എനിക്കിനിയും ഐ വോണ്ട് ടു ഗോ ഹെഡ് ആൻഡ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് അഗെയിൻ എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്കുണ്ടാവാം. സോ ഈ 2 ചോയ്സ് എന്തായാലും ഉണ്ടാവും. ഐദർ ഇപ്പോൾ വേണമെങ്കിൽ ഒരു 3 റോഡ് വേണമെങ്കിൽ വെക്കാം. ഐദർ കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലായി മാറി ഞാൻ പാർട്ട് ടൈം എന്തായാലും തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് മുന്നോട്ട് പോയി ജോലി ട്രൈ ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ ഇനിയും ട്രൈ ചെയ്യാൻ മുന്നോട്ട് UPSC ഐ എം ഗോണ ഗിവ് അനദർ അറ്റംപ്റ്റ്. നിങ്ങളുടെ അറ്റംപ്റ്റ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ എല്ലാം പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ടേക്ക് എ വൈസ് ഡിസിഷൻ. ഈ 3 എണ്ണത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു തീരുമാനം ഇവിടെ ഉറപ്പായിട്ടും വരും. അല്ലാതെ നമ്മൾ അങ്ങനെയാണ് ലൈഫിനെ കാണേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ അറ്റംപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, നമ്മളെല്ലാം നശിച്ചു പോയി എന്നുള്ളൊരു ലെവലിലല്ല കാണേണ്ടത്. ഈ 3 രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. മറ്റേ വഴി, ലെഫ്റ്റിലേക്ക് വഴിയാണ് പോകുന്നതെങ്കിൽ പുതിയ റോഡ്സ് ഓഫ് ഹോപ്പ്, പുതിയ ജോലി, അങ്ങനത്തെ ഒരുപാട് കാര്യത്തിലേക്ക് നമുക്ക് ലൈഫിലേക്ക് കടക്കാൻ പറ്റും. വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്കത് ചെയ്യാനും പറ്റും. ലൈഫിനൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് നിങ്ങൾ ഇനിയും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുവരെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യേണ്ടതാണ്. പക്ഷേ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഞാൻ ഇനിയും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, ഇനിയും സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കോളും, നിങ്ങൾ എന്തായാലും വെടികൊണ്ടു. UPSC ഹാസ് ഷോട്ട് യു ആൻഡ് യു ആർ നോട്ട് ഡെഡ്. വെടികൊണ്ടു, മരിച്ചിട്ടില്ല, വേദനയുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ദാറ്റ് യു ഹവ് ലോസ്റ്റ് ഇറ്റ്, ബട്ട് യു ആർ നോട്ട് ഡെഡ്. പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പ്രിപ്പറേഷൻ അവസാനിച്ചിട്ടില്ല. പുതിയ ജോലി എടുക്കേണ്ടവർക്ക് അതുവഴി പോവാം. പക്ഷേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ ഇനി പറയാനുള്ളത്, ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്കാണ്, യു ആർ ഓൾറെഡി ഹിറ്റ് ബട്ട് യു ആർ നോട്ട് ഡെഡ്. ഈ പറയുന്ന പോലെ യു വിൽ കം ബാക്ക് സ്ട്രോങ്. കുറച്ച് സമയം എടുക്കും. ഞാനിത് ഈ പടങ്ങൾ എന്തിനാണ് രസത്തിന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ലൈഫ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ആ ഒരു ഹീലിംഗ് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പെയിൻ പോകുന്നില്ല. നന്നായി പഠിച്ച ആൾക്കാർക്ക് അത് എന്നും ഒരു വേദനയായിരിക്കും. പക്ഷേ യു വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് സ്ട്രോങ്. ഒരു ഹീലിംഗ് ടൈം കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് വരിക. ഡെഡിക്കേറ്റഡ് ന്യൂ മൈൻഡ്. ഒരു പുതിയ മൈൻഡും ഒരു പുതിയ എനർജി നമ്മളിതിന് കൊടുക്കുക. കാരണം ഇനി അടുത്തൊരു ദൂരം പോകണമെങ്കിൽ അപാരമായിട്ടുള്ള ഒരു ന്യൂ മൈൻഡ് വേണം. നിങ്ങളുടെ മെൻ്റൽ പവർ തന്നെയാണ് ഒരു പുതിയ ചിന്താഗതി. that is the most important. You know why I said you need to have a new mind? Because new mind is going to be a big thing in your life. ന്യൂ മൈൻഡ് മാത്രം പോരാ, പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. പുതിയ മൈൻഡിനോടൊപ്പം തന്നെ റീവൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് ഞാനിവിടെ റീവൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷം റീവൈൻഡ് ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മൾ പ്രിലിംസ് പോയിട്ട് ഓരോ വർഷം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഒരു വർഷം പോകുന്നതിന് മുന്നേ അടുത്ത ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 to 4 days ഒരു വർഷം മുഴുവൻ റീവൈൻഡ് ചെയ്യുക. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, റൈറ്റ് ഡൗൺ. നിങ്ങൾ എഴുതുക. എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എഴുതുക.
വൈ യു ഫെയിൽഡ്, എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള, ഇത് കാർട്ടൂൺ പോലെ ആണെങ്കിലും നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാവും. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, നിങ്ങൾക്ക് തോന്നുന്ന എന്തുകൊണ്ടായിരിക്കും, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. നന്നായി പഠിച്ചില്ല, സമയം ഉണ്ടായിരുന്നു ഞാനത് ഉപയോഗിച്ചില്ല, നന്നായി ടെസ്റ്റ് സീരീസ് എഴുതണമായിരുന്നു ഞാൻ എഴുതിയില്ല, കോൺസെപ്റ്റ് ഒക്കെ എനിക്ക് അറിയാം പക്ഷെ എനിക്കറിയില്ല, പത്രം വായിക്കണമായിരുന്നു ഞാൻ വായിച്ചില്ല, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു ഞാൻ ചെയ്തില്ല, ഞാൻ ഫുൾ ടൈം UPSC പഠിക്കാതെ ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു, എൻ്റെ മൈൻഡ് മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു, എൻ്റെ വേറെ എന്തൊക്കെയോ വീണ്ടും ഞാൻ ചെയ്തു, അപ്പോൾ മൊത്തം ഡിസ്ട്രാക്ഷനാണ് വില്ലനെങ്കിൽ ഇനി ഞാൻ ഡിസ്ട്രാക്റ്റഡ്. എന്തൊക്കെയാണോ ചെയ്ത തെറ്റുകൾ, ലിസ്റ്റ് ഇറ്റ് ഡൗൺ and you should definitely write it in the paper, and I totally mean that. ഇത് ഞാൻ പല ആസ്പിരൻസിനോടും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എഴുതിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് ഓണസ്റ്റ് ആയിട്ട് 100% ആത്മാർത്ഥതയോടെ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളിത് എഴുതി നോക്കുക. ദെൻ യു വിൽ ഹാവ് എ സ്കാൻ റിപ്പോർട്ട്. നമ്മുടെ പരാജയത്തിൻ്റെ സ്കാൻ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, എടുത്തു വെക്കുക. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മൂവ് അഹെഡ് ആസ് പെർ ദ പ്ലാൻ. നമ്മൾ ആർമിയിലും ഡിഫൻസിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ പരാജയപ്പെട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ മുകളിലൊരു മൗണ്ടൻ്റെ മുകളിൽ എത്തേണ്ടതായിരുന്നു. ഇവിടെ നമ്മുടെ ബാക്കപ്പ് ടീം, നമ്മുടെ പ്ലാൻ ബി ബാക്കപ്പ് ടീം എന്ന് പറയുന്നത് കൃത്യം 0-100 hours ഇത്ര ഒരു ഷെല്ലിങ് നമുക്ക് ചെയ്തു തരും. നമ്മളവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് പോലും ഇവർക്ക് അറിയില്ല. പക്ഷെ ഇവർ കൃത്യമായിട്ട് രാവിലെ അവർ ആ പറഞ്ഞ ടൈമിൽ അവർ ഫയർ ചെയ്തിരിക്കും. സോ മൂവ് ആസ് പെർ ദ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാൻ എന്താ, ഇവിടെ ഈ മൂവ് ആസ് പെർ ദ പ്ലാൻ എന്താ, നമ്മൾ തോറ്റോ ഇല്ലേന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ശരിക്കും നമ്മളിപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിലിംസിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ടീം ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി പഠിക്കുമായിരുന്നു. ഇതൊരു വലിയ കാര്യമാണ്. ബി മെയിൻസ് റെഡി. അത്യാവശ്യം August 22 പരീക്ഷ, ഒരു ഓഗസ്റ്റ് എൻഡ് വരെ തന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കുക. ഞാനിത് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഫുൾ സൈക്കിൾ ആസ്പിരൻസ് ഒരിക്കലും പോകുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ സത്യമാണ്. ദാറ്റ്സ് എ വെരി സാഡ് ട്രൂത്ത്. ഒരു വർഷം മുഴുവൻ ഐ ക്യാൻ ആക്ച്വലി കുറച്ചുകൂടെ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. വളരെ ഭംഗിയായിട്ടൊരു സൈക്കിൾ ഇങ്ങനെ പോകും, പ്രിലിംസിന് വേണ്ടി ഇങ്ങനെ എത്തും, എന്നിട്ട് കുറച്ച് മെയിൻസിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങും. പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കും. ഒരിക്കൽ പോലും മെയിൻസിന് വേണ്ടിയുള്ള ഒരു സൈക്കിൾ നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുക. IAS ഫാക്ടറിൻ്റെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നമ്മൾ മെയിൻസിൻ്റെ മൈക്രോ ടെസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ഷെഡ്യൂൾ കിടപ്പുണ്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എഴുതി ടോപ്പിക്, മെയിൻസിൻ്റെ ടോപ്പിക്ക് ഒരു റൗണ്ടെങ്കിലും പഠിച്ച് തീർക്കുക. പ്രിലിംസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഗോ ഫോർവേഡ് ആസ് ഇഫ് യു ഹാവ് ക്ലിയർഡ് ദി എക്സാമിനേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ് അഹെഡ് ആസ് പെർ ദ പ്ലാൻ. ഫയർ ചെയ്യേണ്ടടുത്ത് ഫയർ തന്നെ ചെയ്യുക. നമ്മളവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമല്ല. സ്റ്റിക്ക് ഓൺ ടു ദ പ്ലാൻ. മെയിൻസിൻ്റെ സമയമാണ്. ആത്മാർത്ഥമായിട്ട് ഇതിപ്പോൾ ചെയ്താൽ നിങ്ങൾ മെയിൻസിന് വേണ്ടിയും കൂടെ പഠിച്ചു തുടങ്ങും. അല്ലെങ്കിൽ പിന്നെയും ഈ പ്രിലിംസിൻ്റെ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഡു നോട്ട് ഡു ദാറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളത് ഓർത്ത് വെച്ചതിന് ശേഷം നമ്മൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷനും കൂടെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക. മെയിൻസിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക. ഈ പടത്തിൽ കാണുന്നുണ്ടാവും, നിങ്ങളുടെ മുറിയിൽ ഇങ്ങനെ ഒരുപാട്, നിങ്ങളുടെ മുറിക്കകത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ലീക്കേജ് ഇൻസൈഡ് യുവർ ഹോം. 100% ദർ ഇസ് എ ലീക്ക് ഇൻസൈഡ് യുവർ ഹോം. ഇവിടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളം പിടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കണ്ടുപിടിക്കുക മുകളിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോർച്ച വരുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നും ഇതേപോലെ ചോർച്ച വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ മുകളിൽ സീലിംഗ് ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണോ അടയ്ക്കേണ്ടത് അത് അടച്ച് നമ്മളത് സീൽ ചെയ്യും. ഒരു കോമൺ സെൻസിക്കലി ചിന്തിക്കുന്ന ഒരു ആസ്പിരൻറ്റും ഒരു കോമൺ സെൻസിക്കലി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയാണ് ചെയ്യുക. ഒരു ആസ്പിരൻ്റ് എന്ന രീതിയിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് വെച്ചിട്ട് എവിടെയാണ് ലീക്ക് എന്ന് കണ്ടുപിടിക്കുക. ആ ലീക്ക് ഇപ്രാവശ്യം അടയ്ക്കാൻ നോക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫിക്സ് ഇറ്റ് പെർഫെക്റ്റ്ലി. വെള്ളം എവിടെ നിന്നാണോ വീഴുന്നത് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക. ഒരു കമ്പാരിസണും ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്നത്, നമ്മുടെ സ്റ്റുഡൻസ് പറയാറുണ്ട്, അവരങ്ങനെ ചെയ്യുന്നു, ഇവരെങ്ങനെ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നത് കണ്ടവർ കളിയാക്കുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ പറയുന്നു. അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ പ്രോബ്ലംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്താണെന്നുള്ളത്. ഓരോന്നായിട്ട് ഇതേപോലെ ടിക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പഠിക്കണം നമ്മൾ. സോ ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ്. ഇപ്രാവശ്യം കമ്പാരിസൺസ് ഇല്ല.
അങ്ങനെ കമ്പാരിസൺസിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. നോ കമ്പാരിസൺ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പേസ് കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ പേസാണ്. അതിൽ മറ്റൊരാൾ ചിലപ്പോൾ തമാശയ്ക്ക് ചിരിക്കാം, നിങ്ങളെ കളിയാക്കി ചിരിക്കാം, അതൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പേസ് അടുത്തൊരു വർഷത്തേക്ക് തയ്യാറെടുക്കുക. ദറ്റ് മീൻസ് ദിസ് ഈസ് ദ പേസ് ദാറ്റ് ഐ എം ഗോണ സ്റ്റഡി വിത്ത്. ഇതിൽ 100% ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. ആൻഡ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മറ്റുള്ളവരുടെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കുക. കാരണം ഈ പരീക്ഷ അൾട്ടിമേറ്റ്ലി UPSC എക്സാമിൻ്റെ എന്തൊക്കെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ദിസ് ഇസ് എൻ എക്സാം ഫോർ യു വെസസ് യു. ഞാനും തമ്മിലുള്ളൊരു പരീക്ഷ മാത്രമാണ്. ഞാൻ എത്രത്തോളം മെച്ചപ്പെടുന്നു, എൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളം ഞാൻ ക്ലിയർ ചെയ്യുന്നു, ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ലെറ്റ് കർമ്മ ഡു ദ ടോക്ക്. കർമ്മ സംസാരിക്കട്ടെ. അടുത്ത വർഷമാകുമ്പോൾ റിസൾട്ടിൽ Ctrl+F അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ റോൾ നമ്പർ ഇതേപോലെ ഇവിടെ കിടക്കട്ടെ. സോ അതുകൊണ്ട് ഇതും ഒരു ഭാഗ്യമാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. ലിസ്റ്റിൽ ഇത്രയും ആൾക്കാർ ഇന്ത്യയിൽ പരീക്ഷ ചെയ്ത് നമ്മുടെ റോൾ നമ്പർ അടിക്കുന്ന സമയത്ത് നമ്മുടെ റോൾ നമ്പർ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുക, അല്ലാതെ നമ്മൾ വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഇഫ് യു ആർ സ്റ്റോപ്പിംഗ് ഇറ്റ്, ഇഫ് യു ആർ ക്വിറ്റിംഗ് ഇറ്റ്, ബെസ്റ്റ് വിഷസ് ഇൻ യുവർ ലൈഫ്. അല്ല, ക്വിറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് വർക്കിംഗ് പ്രൊഫഷണൽ ആവാനാണെങ്കിൽ ഇതേ കാര്യം ബാധകമാണ് നിങ്ങൾക്കും. അല്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫെയിലിയർ കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ദിസ് ഈസ് ദ മോസ്റ്റ് റിയലിസ്റ്റിക് തിങ് ദാറ്റ് യു ഷുഡ് ബി ഡൂയിങ് ഫോർ യുവർ പ്രിപ്പറേഷൻ. അതാണ് ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു IAS Factor. ആൻഡ് അടുത്ത ടെലിഗ്രാം ചാനലിലും ഇതിലൊക്കെ നോക്കുക. സോ അടുത്ത ഇതേപോലത്തെ ഒരു സെഷനിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു സോ മച്ച്.